ഹൃദയങ്ങൾ മരവിച്ച് കല്ലായി വളരുന്ന സമുദായ പാർട്ടി ഇന്ന് ഇവിടെ. മതം പൊട്ടി സുന്നീസത്തിൻ്റെ ആദർശത്തെ തകർക്കാനായി മുറവിളി കൂട്ടിയിടുന്നോ എന്നും കൊലവിളി നടത്തിയിടുന്നോ. ദീനിന്റെ വേദികളെന്നും കൂക്കി വിളിച്ചു മുടക്കി പണ്ഡിത നേതാക്കളെ കല്ലേറുകളാൽ തുരത്തി തമ്മടിത്തം നിറഞ്ഞൊരു തലമുറ വളർത്തി. ദീന് തളർത്തണ്ടായിവിടെ, ലീഗ് വളർത്തണ്ട. മോഹനം കൊണ്ടോരിന്റെ മകനെ വകവരുത്തി ഇൽമിന്റെ ബഹറായ പണ്ഡിതരെ കൂത്തി ആദർശധീരരായ അണികളെ തുരത്തി. ലീഗ് വളർത്തണ്ടായിവിടെ, ദീന് തളർത്തണ്ട. ആരെയും കുത്തകയല്ലിതു പാവനമായ ദീനാണ്. ആരെല്ലാം എതിർത്താലും ഞങ്ങൾക്കിവിടെ പുല്ലാണ്. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇതിനെന്തൊരു ഫലമാണ്, കൂടുതൽ ഫലമാണ് എന്നും വളരാൻ പറ്റിയ ദീനാണ്. ഹൃദയങ്ങൾ മരവിച്ച് കല്ലായി വളരുന്ന സമുദായ പാർട്ടി ഇന്ന് ഇവിടെ. മതം പൊട്ടി സുന്നീസത്തിൻ്റെ ആദർശത്തെ തകർക്കാനായി മുറവിളി കൂട്ടിയിടുന്നോ എന്നും കൊലവിളി നടത്തിയിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ ഞാൻ കല്ലായിനെ പറ്റിയാണ്ട് നമ്മളെ അബ്ദുറഹ്മാൻ കല്ലായി ഉണ്ടല്ലോ, അതോ 1989 ഫിത്തന ഉണ്ടാക്കിയല്ലേ. 1989 ഫിത്തന ഉണ്ടാക്കിയ കല്ലായിനെ ഞാൻ യൂട്യൂബിലിട്ടപ്പോൾ എൻ്റെ നമ്പർ തെരഞ്ഞു പിടിച്ച് ഒരു സുഹൃത്ത് പാടി വിട്ടെന്നൊരു പാട്ടാണത്. എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ പാടി വിട്ടെന്നൊരു പാട്ടാണ് കല്ലായിനെ പറ്റിയിട്ട്. നോക്കാണ് നിങ്ങൾ. എന്നാൽ ഇനിയിപ്പോൾ പറയാൻ പോണത് നമ്മളെ അബ്ദുസ്സമദ് പൂക്കോട്ടൂര. അല്ലോ, അബ്ദുസ്സമദ് പൂക്കോട്ടൂര് എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയൊരു മുഫ്തിനെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇയാൾ രണ്ട് തലയും കത്തിക്കും. രണ്ട് പെണ്ണ് കെട്ടിയവൻ്റെ അവസ്ഥ എന്താ? അത് മറ്റേ ഈ ചെറിയൊരു ബൈത്തിതാവിലൊക്കെ റസാനത്ത് എന്ന കിതാബിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കൊള്ളിക്കഷ്ണം എടുത്തു. ആ കൊള്ളിക്കഷ്ണത്തിന്റെ രണ്ട് തലയിലും തീ കൊടുത്താൽ അതിൻ്റെ മുകളിൽ ഒരു ഉറുമ്പുണ്ട്. എന്നാൽ ആ ഉറുമ്പിന്റെ അവസ്ഥ എന്താണ് എന്നതുപോലെയാണ് രണ്ട് പെണ്ണെട്ടിയുടെ അവസ്ഥ. അങ്ങോട്ടോടുമ്പോൾ അവിടെയും തീ, ഇങ്ങോട്ടോടുമ്പോൾ ഇവിടെയും തീ. കാരണം അന്നമാതിരി ബുദ്ധിമുട്ടുന്നതാണ്. ഇയാള് അങ്ങനെ ബുദ്ധിമുട്ടിക്കും ചെയ്യും, അങ്ങനെ ഫിത്തന ഉണ്ടാക്കുകയും ചെയ്യും. രണ്ട് തലയ്ക്കും. ഇവിടെ സമസ്ത എന്ന് പറഞ്ഞാണ്ട് സയ്യിദുൽ ഉലമ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യം പറഞ്ഞതിന്. ഇപ്പം സയ്യിദ് ജിഫിരി എന്താണ് തങ്ങളെ പേര് മുഴുവൻ പറയുന്നുണ്ട്. നമ്മൾ സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ നമ്മൾ പറയല്. അതിന്റെ പേരൊക്കെ പാടം മുഴുവൻ പറഞ്ഞു കാണ്ടാണ് ഇപ്പൊ പറയല്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അത്രയായി. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വരും. ഇവിടെ വരാന നേതാവ് മായിനാജി. ഇവിടെ വല്ല പറയാ സമസ്തന്റെ നേതാവ് മായിനാജി. അപ്പുറത്തോ ജിഫിരി തങ്ങള്. അബ്ദുസ്സമദ് പൂക്കോട്ടൂര് ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുന്നേ വിഘടിത രൂപത്തിൽ എന്ത് ചെയ്തു, ഒരു സമ്മേളനം വെച്ചതിൽ അതിന്റെ അധ്യക്ഷൻ വഹിച്ചത് ആരാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. ഇവര് സമസ്ത ഈയിടെ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ആ സമസ്തയിൽ സമ്മേളനം വെച്ചിട്ട് അതിന്റെ അധ്യക്ഷനായത് ആരാണ്? ആരാ അധ്യക്ഷനായത്? മായിനാജി.
അപ്പുറത്തുള്ളത് നമ്മളെ ജിഫിലി മുത്തുക്കോയത്തങ്ങള്. ഈ ജിഫിലി മുത്തുക്കോയത്തങ്ങൾക്ക് പകരം ഒരു മായിനാജിനെ കൊടുന്നുകാണ്ട് അധ്യക്ഷം വെച്ചുകാണ്ട് അതിന് പ്രസംഗിക്കാൻ പോയ ഈ അബ്ദുസമദ് പൂക്കോട്ടൂരെ ഉളുപ്പുണ്ടോ? കുറഞ്ഞ ഉളുപ്പെങ്കിലും ഉണ്ടോ? നിങ്ങൾ 1989 കാലഘട്ടങ്ങളിൽ സംഘടന പിരിഞ്ഞ സമയത്ത് കാന്തപുരം ഉസ്താദിന്റെ തീട്ടം തിന്നുകാണ്ട് നടന്ന് ഒരുപാട് കുറ്റം പറയാം. അപ്പൊ അതിന് തെക്കുബീർ മുഴക്കാൻ ഇപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെ കാശും വാങ്ങിയാണ്ട് ജീവിച്ചിരുന്ന ആളങ്ങള് സ്കൂളിൽ പോയിട്ടേ ഒപ്പിട്ടുകാണ്ട് പോരുക, അതല്ലെങ്കിൽ ഒന്നിച്ചൊരു മാസത്തിന് ഒന്നിച്ച് ഒപ്പിടിച്ച, എന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കാന്തപുരം ഉസ്താദിനെ തെറി പറയുക, അവിടുന്ന് കാശും പറ്റിയാണ്ട് പോന്ന് ജീവിച്ചിരുന്ന ആളങ്ങള്. നിങ്ങളും പിന്നെ ആരറിയോ, നമ്മളൊരു ഫൈസിയും കൂടി ഉണ്ട്. ആരും ഒരു കൂടത്തായിക്കാരന്, അയാളും കൂടെ അങ്ങനെ ജീവിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം കൂടി മുട്ടിയിക്കണ്. കാരണം എന്താ? ഇപ്പൊ ജിഫിലി മുത്തുക്കോയത്തങ്ങൾ വന്നു, ആലിക്കുട്ടി ഉസ്താദും വന്നു. നമ്മൾ ശംസുൽ ഉലമ എന്തിനാണോ സമസ്ത ഉണ്ടാക്കിയത് അതിലൂടെ പോവുക. നമ്മൾക്ക് സമസ്തക്ക് രാഷ്ട്രീയം ഇല്ല, സമസ്തക്ക് രാഷ്ട്രീയം ഇല്ല, വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവും ആവാം എന്നുള്ള നിലക്ക് ജിഫ്രി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും MT ഉസ്താദും അങ്ങ് നീങ്ങിയപ്പോ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ കുരുപൊട്ടി. കാരണം പ്രസംഗവേദിയില്ല. ഇപ്പൊ സലാം ബാക്കവി, അതുപോലെ തന്നെ ഇതുപോലത്തെ നേതാക്കന്മാര് സുന്നത്ത് ജമാഅത്ത് മാത്രം പറയാണ്. ഉമർ ഫൈസിയെ പോലത്തവർ സുന്നത്ത് ജമാഅത്ത് മാത്രം പറയാം, അത് മാത്രം, അതിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. രാഷ്ട്രീയ തമ്പുരാക്കന്മാര് മതത്തിൽ കയറി കളിച്ചാൽ അവരെ ഇരുത്തേണ്ടടുത്തിരുത്തിയാണ് സമസ്തക്കാരിപ്പോ. അപ്പൊ അത് ആർക്ക് പറ്റണില്ല? സമസ്തക്ക് പറ്റണില്ല, അല്ല പിന്നെ ലീഗിന് പറ്റണില്ല. ലീഗും സമസ്തയും കൂടിയ ഈ ഇതുണ്ടല്ലോ, ഇത് രണ്ടും പാടെ കൂടിയ ജന്തുക്കൾക്ക് അത് പറ്റണില്ല. അത് കൂടിയതാണ് ആര്? നമ്മൾ അബ്ദുസമദ് പൂക്കോട്ടൂര്, നമ്മളെ മറ്റേ കൂടത്തായി, അതുപോലെ തന്നെ നമ്മളെ മറ്റേ ദാരിമി ഉണ്ടല്ലോ, കുട്ടിയേസം ദാരിമി, അതുപോലെ തന്നെ നമ്മളെ കല്ലായി. കല്ലായിയൊക്കെ ഒരു മുതലാ എൻ്റെ മക്കളെ. ഒരിക്കൊന്നും ആരും വലിപ്പൂറില്ല, ഒരാളും വലിപ്പൂറില്ല. കാന്തപുരം ഉസ്താദിനെ തിന്ന്, ഉള്ളാനന്ദങ്ങളെ തിന്ന്, ഇതുപോലത്തെ ആളുകളൊക്കെ തിന്നു പോന്ന് 35 കൊല്ലം തിന്നു. അന്ന് 35 കൊല്ലം കഴിഞ്ഞപ്പോ ഏതായാലും അൽഹംദുലില്ലാഹ് അന്നത്തെ അതേ അവസ്ഥ അന്ന് ഉണ്ടാക്കി പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ട് ഓടിപ്പാഞ്ഞിരുന്ന ആളുകൾ തന്നെയാണ് ഈ അബ്ദുസമദ് പൂക്കോട്ടൂരി പറയപ്പെട്ട വിദ്വാനും, അതുപോലെ തന്നെ കല്ലായിയും കുട്ടിയാസം ദാരിമിയും. ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ രാഷ്ട്രീയവും സമസ്തയും കൂടിക്കലർത്തണം പറ്റൂല എന്നുള്ള സമസ്തയും. അപ്പോ ഈ സമസ്തക്ക് നേരെ ഇവര് കൈ ചൂണ്ടി. സമസ്തക്ക് നേരെ കൈ ചൂണ്ടാൻ ഉറച്ചല്ലോ അബ്ദുസമദ് പൂക്കോട്ടൂരെ. നിങ്ങൾ എന്നിട്ട് ഇപ്പുറത്ത് വന്ന് പറയാം ഇത് ഭിന്നിപ്പ് താല്പര്യമില്ല, ഭിന്നിപ്പ് പറ്റൂല നിങ്ങൾ ഇപ്പുറത്ത് വന്ന് പറയാം. നിങ്ങൾ ഉള്ളുകൂടി മെല്ലെ വള്ളം കടത്തുക. ഭിന്നിപ്പിക്കണം എന്നുള്ള ഉറച്ച തീരുമാനമല്ലേ നിങ്ങൾ എടുത്തത്? ഭിന്നിപ്പിക്കണം എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പുറത്ത് വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നത് ആർക്കെതിരെയാണ്? സമസ്തയുടെ സമസ്തയുടെ മുഷാവറ മെമ്പർ മാത്രമല്ല, സെക്രട്ടറിയായ ഉമർ ഫൈസിക്കെതിരെയല്ലേ എടാ പോടാ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങളുടെ വേദിയിൽ വെച്ചുകൊണ്ടല്ലേ വിളിക്കുന്നത്. നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ അത് വിളിപ്പിക്കുക, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ തെക്ബീർ ചൊല്ലിപ്പിക്കുക, അല്ലേ? ഇതാണോ നിങ്ങളുടെ സമ്മേളനം? ഇതാണോ നിങ്ങൾ സമസ്തക്കെതിരെ കളിക്കുന്നത്? വിജയിക്കൂല മോനെ, വിജയിക്കൂല കേട്ടോ. സമസ്ത അത് മഹാന്മാരുടെ ആ ഒരു പാതയിലൂടെ തന്നെ പോകും. അത് മഹാന്മാരുടെ പാതയിൽ തന്നെ പോകും. 35 കൊല്ലം മുമ്പ് കാന്തപുരം ഉസ്താദ് അന്ന് പിരിഞ്ഞത് എന്തിന് വേണ്ടിക്കൊണ്ടാണ്? അതേ പ്രശ്നമാണ് ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
മായിനാജിനെ അധ്യക്ഷനാക്കിയാണ്ടേ ഒരു ചെരക്കനെ കിട്ടിയിരിക്കണത് മായിനാജി. എന്നിട്ട് ഇച്ചങ്ങായിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ജിഫിരി തങ്ങളെ കസാലയിൽ എത്തിക്കുക. ജിഫിരി തങ്ങളെ കസാലയിൽ പൂക്കോട്ടൂര് മായിനാജിനെ എത്തിക്കാണ്ടാണ് എന്ത് ചെയ്യണത്, അവിടെ പ്രസംഗിക്കണ ഊസുറും പൊളിയുമാണ് മായിനാജിക്കും. മായിനാജിക്കാണ് നിൽക്കണം. മായിനാജിക്ക് പിന്നെ കസാല കിട്ടിയപ്പോ നല്ല നെളിഞ്ഞു കുത്തരുന്നുള്ളൂ. പക്ഷെ ഈ അബ്ദുസമദ് പൂക്കോട്ടൂര് കുറച്ചൊക്കെ അതിൽ കയറിയിട്ടില്ലേ, കുറച്ചൊക്കെ മലയാളത്ത് പഠിച്ചിക്കണല്ലോ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ നേതാവാണ് ആരെയും ഒരു ഫൈസിയും കൂടി ഉണ്ടായിരുന്നു, ഉദ്ഘാടനം ചെയ്തൊരു ഫൈസി, നമ്മളെ മേലാറ്റൂർക്കാരനായൊരു ഫൈസി. അയാളൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട 35 കൊല്ലം മുമ്പ് എന്തിനു വേണ്ടിക്കൊണ്ട് അയ്യൻഷാള്ള പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കുക. അബ്ദുസമദ് പൂക്കോട്ടൂർ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു കുത്തിത്തിരിപ്പിന്റെ ഭാഗമാണ്. അവിടെ ചെന്നിട്ട് വേറെ പറയാം, ഇവിടെ വന്നിട്ട് വേറെ പറയാം. ഇതൊരു മുനാഫിക്കിന്റെ ലക്ഷണം. മുനാഫിക്കിന്റെ എല്ലാ അടയാളങ്ങളും ഈ പത്രസമ്മേളനത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ഇളഞ്ഞിഞ്ഞെത്തിയ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കിത് കാണാൻ സാധിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ. നോക്കൂ, കേട്ടു നോക്കൂ. പശ്ചാത്തലം സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം. ലീഗ് അനുകൂലികൾ എന്നൊരുപരി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണം എന്നൊരു വികാരം പങ്കുവെക്കുക മാത്രമാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. കാരണം ഒരു ചേരിതിരിവുണ്ടാവുകയോ വിഭാഗീയമായി ഒരവസ്ഥ സംജാതമാവുകയോ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സമുദായത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന് മുസ്ലിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിൽക്കേണ്ടവരാണ്. പൊന്നാര സമതൂര്യരെ, മുസ്ലിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിൽക്കേണ്ട അവസരമായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ പണി ചെയ്തു? നിങ്ങളാണല്ലോ ഈ പണിക്ക് നേതൃത്വം നൽകിയത്. ദലിത് പിന്നോക്ക ജനവിഭാഗത്തെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് സവർണ ഫാഷിസത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയത്ത് ഒരു ഭിന്നത ഉണ്ടാവുക എന്നാൽ ഒരിക്കലും അത് സമൂഹം അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിന് ശ്രമിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, അത് നല്ലൊരു വാക്കാണ്. അതിന് ശ്രമിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് ആള് ഇനി ഇയാളെന്നെ എന്ത് ചെയ്യണത്, അപ്പുറത്ത് കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇൻഷാ അല്ലാ ഒറ്റപ്പെടും. ഇക്കാലത്തിൽ പോവുകയാണെന്ന് വെച്ചാൽ ഒറ്റപ്പെടും നിങ്ങൾ. ഇൻഷാ അല്ലാ നമുക്ക് നോക്കി കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു വേദി താൽക്കാലികമായി രൂപീകരിച്ചത്. അത്രയേ ഉള്ളൂ. ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോവാൻ വേണ്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു താൽക്കാലിക വേദി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ സമദ് പൂക്കോട്ടൂരെ? നിങ്ങൾ പറയുകയാണ് മായിനാജിനോടും നിങ്ങൾ വേണ്ടപ്പെട്ട മറ്റേ മൂല്യന്മാരോടും നിങ്ങൾ പറയുകയാണെങ്കിൽ അവർ നിൽക്കൂലേ? ഇത് പറ്റൂല, നമുക്കൊരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഒരുമിച്ച് പോകണം. അതിന് ഒരുമിച്ച് പോകാൻ എന്ത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് സമസ്തയുടെ പ്രസിഡൻറ്റും സമസ്തയുടെ സെക്രട്ടറിയെയും MT ഉസ്താദിനെയും ഒരുമിച്ച് കൂട്ടിയാണ്ട് നിങ്ങൾ ചെന്നുകാണ്ട് സംസാരിച്ചാൽ പോരായിരുന്നില്ലേ സമദ് മൗലവിയെ പൂക്കോട്ടൂരെ? അങ്ങനെ പോരായിരുന്നില്ലേ? പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനല്ല. നിങ്ങളിങ്ങനൊരു സമ്മേളനം വെച്ച് ഭയങ്കര രസമുണ്ടായത്. ഫേസ്ബുക്കിലും മുഴുവനും ഈ പോസ്റ്റ് നോട്ടീസ്, അതുപോലെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഇങ്ങോട്ട് പ്രചരിപ്പിച്ചു. ഇതൊരു ഒരു യോഗമാണോ നിങ്ങൾ നടത്തിയത്? ഒരു സമ്മേളനം നിങ്ങൾ നടത്തിയത്. പക്ഷേ 100 ആൾ തേഞ്ഞില്ല. 82 ആൾക്കാർ മാത്രമായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ചാനലുകാരനോട് പറഞ്ഞു ഉദ്ഘാടന പരിപാടി നിങ്ങൾക്ക് പിടിക്കാനുള്ള അധികാരം തന്നു, ബാക്കി നിങ്ങൾ നിർത്തിപ്പോയിന്ന്. ബാക്കി നിർത്തിയൊന്ന് പ്ലീസ് ഒന്ന് നിർത്തിപ്പോയി എന്നാണ് മായിനാജി അധ്യക്ഷ പ്രസംഗത്തിൽ നിർത്താൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കണം. അധ്യക്ഷനാ പറയുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് കേൾക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളെ കമൻറ്റിലൂടെ ഇങ്ങോട്ട് നിങ്ങളൊന്ന് കേൾക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. പിന്നീട് ഇത് കഴിയട്ടെ. ഏതായാലും പൂക്കോട്ടൂര് അറിയുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യലേ? അത് മാത്രമല്ല, അങ്ങനെ അതിലേക്ക് മാത്രം ചെറുതാക്കേണ്ട ഒരു വിഷയമല്ല ഇത്. മറിച്ച് നിങ്ങൾക്കറിയാം, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവും പൊതുസമൂഹത്തിൻ്റെ നേതാവും എല്ലാ മതസംഘടനകളും ഇതര മതസ്ഥരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. സമദ് പൂക്കോട്ടൂരെ, പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞ ഈ തങ്ങൾ, ഇദ്ദേഹം ഒരു മതനേതാവല്ല, മതനേതാവായിട്ടല്ലല്ലോ കാണുന്നത്, ആണോ? ഇയാൾ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് അയാൾ.
അയാൾ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, പിണറായി CPM-ൻ്റെ നേതാവാണ്, പിന്നെ മറ്റേ കോൺഗ്രസിൻ്റെ നേതാവ് എന്താ അയാളുടെ പേര്, എന്താ മൂലര കോൺഗ്രസ് നേതാവിൻ്റെ പേര്, സതീശൻ കോൺഗ്രസിൻ്റെ നേതാവാണ്. പിന്നെ വേറെ ഇങ്ങനെ ഓരോന്നിൻ്റെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും, അങ്ങനെ ഓരോന്നിനും ഓരോ നേതാക്കന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരു ലീഗിൻ്റെ ഒരു നേതാവാണ് ആര്, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്നിട്ട് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, കൊണ്ടുവന്നിട്ട് കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു മതസംഘടനയാണ്, ഗ്രാസ് റൂട്ടിൽ വേരുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കേരളത്തിലെ മുസ്ലിം ജനതയുടെ ആധ്യാത്മിക നേതൃത്വമാണ്. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകലാണ് സമുദായത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിട്ട് മനസ്സിലായി നിങ്ങൾക്ക്. സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ ഇദ്ദേഹം നേതാവാണ്, ഇയാൾ ആത്മീയ നേതാവാ ചങ്ങായിയെ. സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ഈ തങ്ങൾ സയ്യിദുൽ ഉലമ, അത് ആത്മീയ നേതാവാണ്, സമസ്തയുടെ പ്രസിഡൻ്റാണ്, സമസ്ത നേതാവാണ് അദ്ദേഹം. സമസ്ത ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അഖിലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയിട്ടാണ്, അത് ലീഗ് വളർത്താനല്ല. ലീഗിൽ കുമാരനും ഉണ്ടാവും, ചന്ദ്രനും ഉണ്ടാവും, ബാലനും ഉണ്ടാവും, ഭാസ്കരനും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സമസ്തയിൽ അതുണ്ടാവില്ല. ലീഗിൻ്റെ പിന്നെ കമ്മിറ്റിയിൽ എല്ലാവരെയും ആവാം, ഭാസ്കരനെ കൂട്ടാം, ചന്ദ്രനെ കൂട്ടാം, കുമാരനെ കൂട്ടാം, എല്ലാവരെയും കൂട്ടാം. അതുപോലെ തന്നെ സുസ്മിതാനെ കൂട്ടാം, അതുപോലെ ഫാത്തിമാനെ ഓളിയും കൂട്ടാം, ആമിനാനെ ഓളിയും കൂട്ടാം. കാരണം ലീഗ് അങ്ങനല്ലേ, ഓരൊക്കെ എനിക്ക് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ആക്കിയാണ്ട് വട്ടത്തിൽ ഇരുന്ന് ചിരിച്ച് കഴിച്ച് സാരി ഇട്ടിക്ക് കാണിച്ചാൽ ഓളെ പള്ളമൊക്കെ നോക്കി ചിരിച്ച് അങ്ങനെ കുത്തരിക്കാം. ഇതങ്ങനല്ല, ഇതിന് പറ്റുമോ? സമസ്ത ഇതിന് പറ്റുമോ? ഇത് രണ്ടും പാടെ കൂട്ടിക്കുഴക്കണം. എന്താച്ച് അതാണ് വെറുപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് സംസാരിക്കണത്. കാരണം സമസ്ത എന്ന് പറഞ്ഞ സമസ്ത മുഷാവറ മെമ്പർമാർ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ്, MT ഉസ്താദ്, ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്നിടത്തേക്ക് ഫാത്തിമ താത്തിയും വന്നു, അതുപോലെ തന്നെ കുഞ്ഞാമിന താത്തിയും വന്നു. ഇവരെല്ലാവരും പാടെ മെമ്പറാക്കാൻ പറ്റുമോ? ഇവരെ കമ്മിറ്റിയിലെടുക്കാൻ പറ്റുമോ? സമസ്തൻ്റെ കമ്മിറ്റിയിലെടുക്കാൻ പറ്റുമോ? എന്ത് വർത്താനം പറയുന്നത്? രണ്ടും പാടെ കൂട്ടി. അതേമാതിരി പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഈ കൂട്ടി കുഴക്കാൻ പറ്റും? അത് പറ്റൂല, അത് ശരിയല്ലേ, അത് പറ്റൂല എന്നാണ് ഇപ്പോൾ സമസ്ത എടുത്ത തീരുമാനം. ഈജിപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ ഓരെയും കൂടി കൂട്ടണം, അത് നടക്കുന്ന കാര്യമല്ല തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എടുത്തുള്ള തീരുമാനം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു വിശദീകരണവുമായിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്കതിങ്ങനെ കേൾക്കാം. ഏതായാലും ഇത് രണ്ടാക്കി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു വഴിക്കും സമസ്തയെ മറ്റൊരു വഴിക്കും ആക്കി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ ശ്രമം നടത്തുന്നത് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്നൊരു പുതിയ പ്രവണതയാണ്. അതങ്ങനല്ല പൂക്കോട്ടൂരെ. നമ്മൾ ഈ ഷാജിൻ്റെ പ്രസംഗം, അതുപോലെ PK ബഷീറിൻ്റെ പ്രസംഗം, അതുപോലെ തന്നെ മജീദ്, ഇവരൊക്കെ മുജാഹിദീങ്ങളാണ്. അവരൊന്നും സുന്നി ആശയക്കാരല്ല, അവരൊക്കെ ലീഗിൻ്റെ നേതാക്കന്മാരാണ്. അതേമാതിരി സലാം, ഇവരൊന്നും പിന്നെ ലീഗുകാരാണ്, എന്തല്ല സുന്നി ആശയക്കാരല്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇവർ സുന്നി ആശയക്കാരുള്ളതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത് സുന്നി ആശയത്തിനല്ലേ. പിന്നെ മാത്രമല്ല ഇപ്പം നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലീഗുകാർക്കുള്ള പ്രശ്നം ഇപ്പം എന്താ അറിയോ, ഇതൊക്കെ എല്ലാ സമസ്തൻ്റെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ വേഗം കുഞ്ഞാപ്പാൻ്റെ അടിയും കാലും പിടിച്ചോണ്ടിന്. കുഞ്ഞാപ്പ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ നിക്കാരപ്പള്ളി ഉണ്ടാക്കാൻ കരുതിയിരിക്കണം, കുഞ്ഞാപ്പ നിങ്ങളൊന്ന് മുഖ്യമന്ത്രിനോട് പറയോണ്ടിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു കോലായിരുന്നു സമസ്തക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം ജിഫ്രി തങ്ങൾ സമസ്തൻ്റെ പ്രസിഡൻ്റായപ്പോൾ അങ്ങനല്ല. ജിഫ്രി തങ്ങൾ പിണറായിയാണ് മുഖ്യമന്ത്രി, പിണറായിക്ക് നേർക്ക് നേരം വിളിച്ചാണ്, പിണറായി സാർ നമുക്കിവിടെ ഒരു കോളേജ് വേണം, അതിനെന്താ വേണ്ടത്? തങ്ങൾ പാപ്പ അങ്ങക്ക് കോളേജല്ലെങ്കിൽ എന്തുവാണെങ്കിലും നിങ്ങൾ കയറ്റിക്കോളി, അതിന് നമ്മളെ വകത്തരീൻ. അപ്പം എന്ത് ചെയ്യാണ്, കോളേജുമായി പൈസയായി, പിന്നെ എല്ലാ കാര്യങ്ങളും സമസ്തക്ക് ഇങ്ങോട്ട് മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അതാർക്ക് സഹിക്കണില്ല? സമസ്തക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ലീഗിന് സഹിക്കണില്ല. അപ്പോൾ ലീഗ് പിന്നെ അപ്പോൾ സമസ്തന് എന്ത് ചെയ്യാണ്, CPM-ൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെയും ആളാക്കുകയാണ്. എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ നമ്മളെ പ്രസിഡന്റ്, സമസ്തൻ്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ CPM-കാരനാകുകയാണ്. എന്താ ചെയ്യുക? ഉമർ ഫൈസി CPM-കാരനാണ്.
ഇങ്ങനെ വരികയാണ്. കാരണം സമസ്തക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആരോട് പറയണം? കുഞ്ഞാപ്പാനോടൊന്ന് വിളിച്ചു പറയണം. കുഞ്ഞാപ്പാ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടാ കുഞ്ഞാപ്പാ എന്ന് പറയണം. അങ്ങനെ പിന്നെ സ്വാദിഖലി തങ്ങൾ ലീഗുകാരനാണ്, ലീഗിൻ്റെ നേതാവാണല്ലോ, അങ്ങോട്ട് വിളിച്ചു പറയണം. പിന്നെ ഓലൊക്കെ പാടെ കൂടിയിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? മുഖ്യമന്ത്രിനോടൊന്ന് പറഞ്ഞ് പിന്നെ ഓല അവിടുന്ന് ആദ്യമായിട്ട് കണ്ട് വരിക ഒരു സമ്മേളനത്തിക്കാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിനായിട്ട് സംസാരിച്ച് സമസ്തക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ വാങ്ങിക്കൊടുത്തു. അത് പത്രത്തിൽ മറ്റേ ആനത്തലോളം വലുപ്പത്തിലുണ്ട് എഴുതി വരും. അങ്ങനെ അങ്ങോട്ട് പ്രചരിപ്പിക്കരുത്. സമസ്ത കൊണ്ടുവരുന്നതിന് ലീഗിൻ്റെ ബാക്കിലായിരുന്നു. ഇന്ന് ജിഫിരി തങ്ങൾ അങ്ങനല്ല. ജിഫിരി തങ്ങൾ നേർക്ക് നേരെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇതിന് വേണം, ഇതിങ്ങനെയാണ് ചെയ്യണം, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, അതിങ്ങോട്ടാണ്, ആ ശരി ഓക്കെ തങ്ങൾ പാപ്പ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ കേട്ടോ മുഖ്യമന്ത്രി. അപ്പം നിങ്ങൾക്ക് അത് സഹിച്ചനില്ല. അതല്ലേ പ്രശ്നം സമതുല്യരെ? ശരിക്കും അതല്ലേ പ്രശ്നം എന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. 1989 ഒരു ചേരിതിരിവ് സംസ്ഥയിലുണ്ടാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. മുസ്ലിം ലീഗ് ഒരു പക്ഷത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറുപക്ഷത്തും നിന്നുകൊണ്ടാണ് രണ്ട് സംഘടനകളെയും പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തിയത് എന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. CPM ഒരു വർഷത്തും മുസ്ലിം ലീഗ് ഒരു വർഷത്തും നിന്നിട്ടല്ല രണ്ട് സംഘടനയും പിടിച്ചു നിർത്തിയത് എന്ന് എല്ലാ ആളുകൾക്കും അറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം കാന്തപുരം ഉസ്താദ് അന്നും ഇന്നും ഒരേ നയത്തിലാണ് പോന്നിക്കുന്നത്. ഒരേ നയത്തിലാണ് പോന്നിക്കുന്നത്. ആരാണോ സഹായിച്ചത് ഓലെ സഹായിക്കും. കാന്തപുരം ഉസ്താദിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ദീന്, ഇസ്ലാം ദീന് അള്ളാഹുവിലേക്ക്, മഹദി ഇമാമിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അവിടേക്കാണ് വരുമ്പോൾ അതെങ്ങനെ? അതിന് ഉദാഹരണം പറഞ്ഞ വടശ്ശേരി അസമൂലിയർ എന്താ ഉദാഹരണം പറഞ്ഞറിയോ? റേഷൻ പീടിയിൽ നിന്ന് അരി വാങ്ങണത് പോലെ റേഷൻ പീടിയിൽ നിന്ന് നമ്മളുടെ അരി വാങ്ങി ഈ അരി വീട്ടിലേക്ക് എത്തിക്കലാണ് ലക്ഷ്യം. അപ്പം നമ്മൾ കുറേ ഇടത്തെ കൈ പിടിക്കും. പിന്നെ LDFകാരനാവും, കുറേ ബലത്തെ കൈ പിടിച്ചും. അപ്പോൾ മുസ്ലിം ലീഗുകാരനാവും. പിന്നെ കുറേ കുഴങ്ങുമ്പോൾ തലയിൽ വെക്കും. അപ്പോൾ നമ്മൾ UDF ആകും. ഇങ്ങനെ അങ്ങോട്ട് UDFും LDFും പിന്നെ മുസ്ലിം ലീഗും ഒക്കെ ആയി. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഈ അരി എവിടെ എത്തിക്കലാണ്? വീട്ടിലേക്ക് എത്തിക്കലാണ്. ഇടത്തെ കൈ പിടിച്ചും കുറേ, വലത്തെ കൈ പിടിച്ചും കുറേ, തലയിൽ വെക്കും കുറേ, നിലത്ത് വെക്കും കുറേ. പക്ഷേ ഈ അരി കേടുപറ്റാതെ വീട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയുടെ ലക്ഷ്യം. എന്നതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം റസൂലുള്ള സ്വഹാബത്ത് താബിയു തന്നത് മഹദി ഇമാമിലേക്ക് കേടുപറ്റാതെ എത്തിക്കുക. ഇതാണ് കാന്തപുരത്തിൻ്റെ ലക്ഷ്യം.